BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നടി തൃശയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിൽ അറസ്റ്റിലായി പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. കാവേരി വിഷയത്തിൽ DMK നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃശയെ മുഖ്യമന്ത്രി വിജയുമായി ചേർത്തുള്ള അശ്ലീല പരാമർശത്തിലാണ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റാലിനെതിരെ TVK തഞ്ചാവൂർ പോലീസിലും ദേശീയ വനിതാ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. രാവിലെ 11 മണിയോടെയായിരുന്നു ചെന്നൈയിലെ വീട്ടിലെത്തി പോലീസ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തത്. സ്റ്റാലിന്റെ വിവാദ പരാമർശത്തിൽ TVK ജനറൽ സെക്രട്ടറിയും തമിഴ്നാട് ജലവിഭവ മന്ത്രിയുമായ ആനന്ദ്, മന്ത്രി ആദവ് അർജുൻ എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാർ ശക്തമായി അപലപിച്ചിരുന്നു. BJP ദേശീയ വനിതാ മോർച്ച അധ്യക്ഷ വാനതി ശ്രീനിവാസൻ, വീതി ലീഡേഴ്സ് സംഘടനയുടെ അധ്യക്ഷൻ അണ്ണാമലൈ എന്നിവരുൾപ്പെടെ നിരവധി ആളുകളായിരുന്നു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പോലീസ് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങളോട് സംസാരിച്ച ഉദയനിധി താൻ പറയാത്ത കാര്യങ്ങൾക്കാണ് അറസ്റ്റ് എന്നായിരുന്നു പറഞ്ഞത്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഈ കേസ് എന്നും ആരോപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ള ഭരണകക്ഷിയിലെ എല്ലാവരും റീൽസുകളിലാണ് ജീവിക്കുന്നതെന്നും ഭരണകക്ഷിയായ TVKയെ പരിഹസിച്ചുകൊണ്ട് ഉദയനിധി വിമർശിക്കുകയും ചെയ്തു. തനിക്കെതിരെയുള്ള പോലീസ് നടപടി ഒരു കോമഡിയാണെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും വ്യക്തമാക്കി. അതേസമയം സ്റ്റാലിനെതിരായ പോലീസ് നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച വ്യക്തി സ്ത്രീയെ അപമാനിക്കുന്ന അപകീർത്തികരമായ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റ് ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് BJP IT സെൽ മേധാവി അമിത് മാളവിയ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. തമിഴ്നാട് BJP മുഖ്യ മീഡിയ കോർഡിനേറ്റർ നാരായണൻ തിരുപ്പതിയും സമാന നിലപാടാണ് സ്വീകരിച്ചത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.